പെരുന്നാളൊക്കെ കഴിഞ്ഞിട്ട് 3-4 ആഴ്ചയായി. ഇപ്പോഴാണ് കേട്ടോ ഞങ്ങളെ ട്രിപ്പ് മൂഡ് ഓൺ ആവണത്. വേറെ ഒന്നുമല്ല, എല്ലാവരും സാഹചര്യവും സന്ദർഭമൊന്നും ഒത്തു വന്നില്ല. അതുകൊണ്ട് തന്നെയാണ് കേട്ടോ എത്ര ലേറ്റ് ആയത്. ട്രിപ്പിന്റെ പ്ലാനിങ് ഡെയിലി നടക്കാറുണ്ട് കേട്ടോ. പക്ഷെ പ്ലാനിലൊന്നും ഇല്ലാത്ത സ്ഥലത്താണ് കേട്ടോ ഞങ്ങൾ ഇന്ന് പോണത്. വേറെ എടുക്കല്ല, നമ്മളെ പാലക്കാട് മലമ്പുഴയ്ക്കാണ് കേട്ടോ. എല്ലാവരും റെഡിയായി ഇറങ്ങിയപ്പോഴാണ് കേട്ടോ ഇപ്പം ഇല്ലയെന്ന് പറഞ്ഞത്. അപ്പോൾ വീട്ടിൽ നിന്ന് ഇപ്പം ഇല്ലയെന്ന് കണ്ടപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്ത് കസിനെ കൂട്ടിയിട്ടാണ് കേട്ടോ വന്നത്. എല്ലാവരും കൂടി ട്രിപ്പ് പോകുമ്പോൾ ആരെങ്കിലും ഒരാൾ കുറവുണ്ടെങ്കിൽ അതൊരു കുറവ് തന്നെയാണ് കേട്ടോ. വീട്ടിൽ നിന്ന് വരുമ്പോൾ ലഞ്ചിനുള്ള ഫുഡും കാര്യങ്ങളൊക്കെ എടുത്തിട്ടാണ് കേട്ടോ പോകുന്നത്. നല്ല അടിപൊളി ബിരിയാണിയൊക്കെ ഉണ്ടായിരുന്നു. ഇങ്ങനെ വഴിയോരത്തു നിന്ന് കഴിക്കാൻ നല്ല വൈബായിരുന്നേ. അങ്ങനെ ഞങ്ങൾ മലമ്പുഴയിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. അവിടെ എത്തിയപ്പോഴാണ് ആ സത്യം മനസ്സിലായത്. നമ്മുടെ ഗാർഡനൊക്കെ അടച്ചിട്ടിട്ട് കുറച്ച് ദിവസം ആയിരുന്നേ. ട്രിപ്പ് മോഡൊക്കെ ഓണാക്കി വന്നാൽ ഞങ്ങളിപ്പോൾ ആരായി. അവിടെ എത്തിയപ്പോഴാണ് കേട്ടോ ഇതൊക്കെ അറിഞ്ഞത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് അത് പെട്ടെന്ന് കേട്ടപ്പോൾ ആകെ ഷോക്കായി. ചെയ്യാനാ, ഞങ്ങൾ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇതന്നെയാണ് കേട്ടോ. പിന്നെ ഒരു കാര്യം, അവിടെ ഗാർഡൻ മാത്രമാണ് കേട്ടോ ക്ലോസ്ഡ് ആയിട്ടുള്ളത്. അക്വേറിയം, പിന്നെ സ്നേക്ക് പാർക്കും, പിന്നെ റോപ്പ് വേ ഒക്കെ ഓപ്പൺ ആണ്. ഞങ്ങൾ കുറച്ചു നേരമൊക്കെ അവിടെ തിരിഞ്ഞ് കളിച്ചിട്ട് നേരെ വിട്ടുട്ടോ സ്നേക്ക് പാർക്കൊക്കെ. ഇവിടെ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് സ്നേക്കുകളാണ്. തടിയുള്ളതും തടിയില്ലാത്തതും വിഷമുള്ളതും വിഷമില്ലാത്തതും ഒക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. ഞാൻ മലമ്പുഴയെ വന്നിട്ട് ആദ്യമായിട്ടാണ് കേട്ടോ ഇങ്ങോട്ട്. ഞാനൊരു പാമ്പിനൊക്കെ കാണുമ്പോൾ പേടിയാവുന്നതാണ് കേട്ടോ ഞാൻ വിചാരിച്ചത്. പക്ഷെ ഓനൊരു കൂസലില്ലാതെ അതിൻ്റെ അടുത്ത് പോയിട്ട് ഇങ്ങനെ നോക്കിക്കുന്നേ. ഇതിനൊക്കെ കാണുമ്പോൾ എനിക്കാണ് കേട്ടോ പേടിയാവുന്നത്. അങ്ങനെ കുറേ പാമ്പിനെയും പിന്നെ അതേപോലെ മുതലിനൊക്കെ കണ്ടതിന് ശേഷം ഞങ്ങൾ പുറത്തിറങ്ങിയ ഒരു കടയിൽ നിന്ന് കട്ട് ഫ്രൂട്ട്സും പിന്നെ അതേപോലെ ജീരക സോഡൊക്കെ മേടിച്ച് കുടിച്ചിട്ടുണ്ടായിരുന്നു. ഗാർഡൻ ഏതായാലും കാണാൻ പറ്റിയില്ല. അപ്പോൾ എന്തായാലും ഞങ്ങൾ റോപ്വേയിൽ കയറാമെന്ന് തീരുമാനിച്ചേ. അവിടെ ചെന്ന് ഞങ്ങൾ ഫാമിലി ടിക്കറ്റാണ് കേട്ടോ എടുത്തത്. 200 സംതിങ് എന്തോ ആണ് കേട്ടോ ചാർജ് വരുന്നത്. നിങ്ങൾ മലമ്പുഴയ്ക്കൊക്കെ വരികയാണെങ്കിൽ മസ്റ്റായിട്ട് ഇതൊന്ന് എക്സ്പീരിയൻസ് ചെയ്ത് നോക്കണം കേട്ടോ. എനിക്ക് പൊതുവെ അഡ്വഞ്ചറൊക്കെ പേടിയാണ്. പക്ഷേ ഇത് കയറിയപ്പോൾ ഒരു പേടി ഉണ്ടായിരുന്നില്ല. ഞാനൊന്നും പേടിയൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ആള് കൂളായിട്ട് ടൈം ഇരിക്കുന്നുണ്ടായിരുന്നു. ഈ റോപ്വേയിൽ കയറിയിട്ടുണ്ടെങ്കിൽ നമുക്ക് മലമ്പുഴയത്തെ ഫുൾ വ്യൂ ഇവിടെ ഇരുന്ന് കാണാം കേട്ടോ. നല്ല അടിപൊളി എക്സ്പീരിയൻസ് ചെയ്ത്. മഴക്കാലത്ത് ഇത് ഒന്നും കൂടി ഭംഗി ഉണ്ടാവും കേട്ടോ. ഇവിടെ നിറയെ വെള്ളവും പിന്നെ ഡാമിൽ നിന്നുള്ള വെള്ളച്ചാട്ടവും കാര്യങ്ങളൊക്കെ കാണും. ഏതായാലും ഇപ്പോഴത്തെ ഗാർഡൻ്റെ അവസ്ഥയാണ് കേട്ടോ ഇത്. ഇതിൻ്റെ മെയിൻ്റനൻസ് വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എന്നാൽ തീരാന്നാവും കേട്ടോ. പിന്നെ ഞങ്ങൾ കുറച്ച് നേരം ആ ഡാമിൻ്റെ അവിടെയൊക്കെ നടന്നു. അയ്യാനും ഞാൻ കുറച്ച് നേരം അവിടെ ഇരുത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഓനക്ക് ഇങ്ങനെ എടുത്ത് നടക്കണേക്കാളും ഇഷ്ടം ഇങ്ങനെ ഒറ്റയ്ക്ക് നടക്കുന്നതാണ്. പിന്നെ ഈവനിങ് ടൈം ആയതുകൊണ്ട് നല്ല കാറ്റുണ്ടായി. ഞങ്ങൾ മലമ്പുഴയ്ക്ക് വന്ന പാടന്നെ ഞങ്ങൾ വിചാരിച്ചിരുന്നു ഞങ്ങൾ ട്രിപ്പൊക്കെ ആകെ മൂഞ്ചിന്ന്. പക്ഷെ ഇവിടെ വന്ന് എക്സ്പ്ലോർ ചെയ്തപ്പോഴാണ് കേട്ടോ മനസ്സിലായത് ട്രിപ്പ് അടിപൊളിയായിരുന്നേ. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കല്ലേ. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വരാം കേട്ടോ. അപ്പോൾ ഓക്കെ, ബൈ.